السلام عليكم ورحمة الله أيها الطلاب الأحباء مرحبا بكم إلى صف الجديد. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, 9ാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണുന്നത് എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ക്രിസ്മസ് പരീക്ഷയും അതുപോലെ തന്നെ ക്രിസ്മസ് വെക്കേഷനൊക്കെ കഴിഞ്ഞ് സ്കൂൾ വീണ്ടും തുറന്നിരിക്കുകയാണ് അല്ലേ. ഇൻഷാ അല്ലാഹ് അൽയൗം നദ്ഖുലു ഇലാ വഹദത്തിൽ ജദീദ. ഇത് നമ്മൾ പ്രവേശിക്കാൻ പോകുന്നത് പുതിയൊരു യൂണിറ്റിലേക്കാണ് കേട്ടോ. വഹാദിഹി ഹിയ വഹദ അൽ ഖാബിസ. എത്രാമത്തെ യൂണിറ്റാണ്? ഖാബിസ, 5ാമത്തെ യൂണിറ്റാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മസ്മുഹാദിഹിൽ വഹദ. നോക്കൂ, എന്താണ് ഒരു യൂണിറ്റിൻ്റെ പേര് എന്ന് നോക്കൂ. ഷാഷത്തുൽ ഖൈർ എന്ന്. മമാന ഷാഷ. എന്താണ് ഷാഷ എന്ന് പറഞ്ഞാൽ? സ്ക്രീൻ എന്നാണ് അർത്ഥം. ഷാഷത്തുൽ ഖൈർ എന്ന് പറഞ്ഞാൽ നന്മയുടെ സ്ക്രീൻ. അതാണ് ഷാഷത്തുൽ ഖൈർ എന്നതിൻ്റെ അർത്ഥം. നന്മയുടെ സ്ക്രീൻ എന്നാണ്. നമുക്ക് ഈ ഒരു യൂണിറ്റിൽ എത്ര പാഠഭാഗങ്ങളാണ് വരുന്നത് എന്ന് നോക്കൂ. 2 പാഠഭാഗങ്ങളാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ വന്നിട്ടുള്ളത്. ഒന്ന് ഇൽഖതാത്തിൽ കഹ്റുബ എന്ന് പറയുന്ന ഒരു ഖിസ്സ ഖസീറ, ഒരു ഷോർട്ട് സ്റ്റോറിയാണ് കേട്ടോ. അതായത് വൈദ്യുതി നിലച്ചു എന്നാണ് ഇൽഖതാത്തിൽ കഹ്റുബ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് ഒരു മല്ലൂബയാണ്, ഒരു കവിതയാണ്. മറഹത്തുഫൂല, കുട്ടിക്കാലത്തിൻ്റെ സന്തോഷം എന്ന് പറയുന്ന ഒരു കവിതയും കൂടെയാണ് ഇൻഷാ അല്ലാഹ് നമുക്കൊരു യൂണിറ്റിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ യൂണിറ്റിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ ചിത്രം കാണാൻ പറ്റും അല്ലേ. നുലാഹിദു വന തഹദ്ദസു. നമുക്ക് ആ ചിത്രം വീക്ഷിക്കാം, എന്നിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം എന്നാണ്. എന്താണ് നിങ്ങൾക്ക് ആ ഒരു ചിത്രത്തിൽ കാണാൻ പറ്റുന്നത്? നോക്കൂ, അവിടെ കുറച്ച് കുട്ടികളല്ലേ. ബഅദുൽ ഔലാദ് വഹുബിയൽ അബൂൽ ഫിൽ മൈദാൻ. കുറച്ച് കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? അവന് ഗ്രൗണ്ടിൽ കളിക്കുന്നുണ്ട്. എല്ലാവരും ആർത്തുല്ലസിച്ച് കളിക്കുന്നത് കാണാൻ പറ്റുന്നുണ്ട്. വലാക്കില്ല വാദത്തുല്ലാം വഹുബിയൽ അബൂര ഫിൽ ജവാൽ അല്ലേ. പക്ഷേ കുറച്ച് കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ വഹുബിയൽ അബൂൻ, അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത് എവിടെയാണ്? ഫിൽ ജവാൽ അല്ലെ, മൊബൈൽ ഫോണിലാണ് അവർ കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു നല്ല ശീലമാണോ? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് ടീച്ചർ നിങ്ങൾക്ക് കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം. നിങ്ങളതൊന്ന് കണ്ടു നോക്കുക കേട്ടോ. ടീച്ചറിവിടെ കാണിക്കുന്നത് കുറച്ച് കാർട്ടൂൺ ചിത്രങ്ങളാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ളത് നോക്കൂ. ബിഫോർ സ്മാർട്ട് ഫോൺസ് അല്ലെ, സ്മാർട്ട് ഫോണുകൾ വരുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ വീടുകളിലൊക്കെ മുമ്പുണ്ടായിരുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചാൽ മതിയാവും. അതായത് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒരു പാർട്ടിയിലൊക്കെയാണ് എങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു കൊണ്ടായിരുന്നു മുമ്പ് നമ്മൾ ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നത് അല്ലേ. ആ സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് പരസ്പരം പങ്കുവെക്കാറുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ കൊടുത്തിട്ടുള്ള ആ ഒരു കാർട്ടൂണിൽ കാണിക്കുന്നത് അതന്നെയാണ്. അതായത് സ്മാർട്ട് ഫോൺ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ കുറച്ച് ആളുകളെങ്കിലും ഒന്നിച്ചിരുന്ന് പരസ്പരം സംസാരിച്ചു കൊണ്ടാണ് അവർ ജ്യൂസും വെള്ളവും ഒക്കെ കുടിക്കുന്നത് അല്ലേ. ഈ ടീച്ചർ കാണിക്കുന്ന 2ാമത്തെ കാർട്ടൂൺ പിക്ചർ ഒന്ന് നോക്കൂ. അതേ ആളുകളെ തന്നെയാണ് അല്ലേ അവിടെ കൊടുത്തിട്ടുള്ളത്. പക്ഷെ ആഫ്റ്റർ സ്മാർട്ട് ഫോൺസ്, കണ്ടില്ലേ, സ്മാർട്ട് ഫോണുകൾ വന്നതിന് ശേഷമുള്ള അവരുടെ അവസ്ഥയാണ് അവിടെ കാണിക്കുന്നത്. എന്താണ്? ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നില്ല. എല്ലാവരും അവരുടെ മൊബൈൽ ഫോണുകളിൽ ബിസിയാണ് അല്ലേ. ഇതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഇവിടെ കൊടുത്തിട്ടുള്ള അടുത്ത ചിത്രം നോക്കൂ. ഇതിലെന്താണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്? കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയ അവിടെയുണ്ട് അല്ലേ. ചിൽഡ്രൻസ് പ്ലേയിങ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഏരിയ ഉണ്ട്. പക്ഷേ അവിടെയുള്ള ഊഞ്ഞാലുകളും അതുപോലെ തന്നെ ബാസ്ക്കറ്റ് ബോൾ കളിക്കുന്ന നെറ്റുകൾ അല്ലേ, അതുപോലെ സീസോകളെല്ലാം എന്താണ് ഒഴിഞ്ഞിരിക്കുകയാണ്. അതിന് പകരം കുട്ടികൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവർ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അവരുടെ ഫോണുകളിലും ടാബുകളിലുമൊക്കെ ആയിക്കൊണ്ട് കളിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എന്താണ് ഈ ഒരു ചിത്രം സൂചിപ്പിക്കുന്നത്? എന്താണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്? ഇത് നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലെ കുട്ടികളുടെ അവസ്ഥയാണ് സൂചിപ്പിക്കുന്നത് അല്ലേ. അതായത് ഇന്ന് മിക്ക കുട്ടികളും മുതിർന്ന ആളുകളുമൊക്കെ എന്താണ് മൊബൈൽ ഫോണിൽ അഡിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. മൊബൈൽ ഫോണിൻ്റെ തടവറയിലാണ് എല്ലാവരും ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അല്ലേ. മൊബൈൽ ഫോൺ നമുക്ക് പാഠം ഉപേക്ഷിക്കാൻ പറ്റുമോ? ഇല്ല, അതൊന്നും ഒരിക്കലും സാധിക്കുന്ന കാര്യമല്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഉപയോഗം കുറച്ചു കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുകയാണ് വേണ്ടത്. ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക. അനാവശ്യ കാര്യങ്ങൾക്ക് മൊബൈൽ ഫോൺ ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം കൊണ്ടുണ്ടാവുന്ന ദോഷങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ടീച്ചറുടെ ഏതായാലും കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. നോക്കൂ. ഒന്ന്, ഖലാ ഉൽ വഖ്തി ബിലാ മൻഫഅത്തി. എന്താണ്? ഒരു ഉപകാരവുമില്ലാത്ത നമ്മുടെ സമയങ്ങളെ വെറുതെ പാഴാക്കി കളയുക അല്ലെ. ഖലാ ഉൽ വഖ്തി, സമയങ്ങളെ ചിലവഴിക്കുക. ബിലാ മൻഫഅത്തിൻ, ഒരു ഉപകാരവുമില്ലാതെ എന്നാണ്.
രണ്ടാമത് നോക്കൂ, അൽ കസ്ലു ഫിൽ അമൽ, ജോലി ചെയ്യുവാനുള്ള മടി അല്ലേ. മൊബൈൽ ഫോണിൽ കളിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് എന്താണ്, നമ്മൾ മടിയന്മാരായി മാറും അല്ലേ, അതാണ് പറയുന്നത്. അതുപോലെ തന്നെ അൽ-ഇഅ്റാദു അൻ ഖിദ്മത്തിൽ ആഖിരീൻ, മറ്റുള്ള ആളുകളെ സേവിക്കുന്നതിൽ നിന്നും തിരിഞ്ഞു കളയുക. അതായത് മറ്റുള്ള ആളുകൾക്ക് സഹായങ്ങളോ അവരുമായിട്ട് സഹകരിക്കുകയോ ഒന്നും ചെയ്യാത്തൊരു സ്വഭാവത്തിനുടമയായിട്ട് നമ്മൾ മാറുക, അതാണ് പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ സുംന എന്ന് പറഞ്ഞാൽ തടി അല്ലെ, പൊള്ളത്തടിയൊക്കെ ഉണ്ടായിത്തീരും. മൊബൈൽ ഫോണിൽ അമിതമായി കളിച്ച് മറ്റ് ജോലികളൊന്നും ചെയ്യാതിരുന്നാൽ അത്തരം ആളുകൾ എന്താണ്, തടിയുള്ള ആളുകളായിട്ട് മാറുന്നു എന്നാണ്. അതുപോലെ തന്നെ ഫസാദുൽ അഖ്ലാഖ്, സ്വഭാവങ്ങൾ മോശമായി തീരുക എന്നാണ്. നമ്മൾ മൊബൈൽ ഫോണിൽ കാണുന്ന മോശമായിട്ടുള്ള വീഡിയോകളും അല്ലെ അതിലുള്ള ആളുകളുടെ സ്വഭാവങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ ജീവിതത്തിൽ അറിയാതെ തന്നെ അത് നമ്മുടെ ജീവിതത്തിൽ വന്നുകൂടും. അതാണ് ഫസാദുൽ അഖ്ലാഖ് എന്ന് പറയുന്നത്. അങ്ങനെ നമ്മുടെ സ്വഭാവം മോശമായി തീരുന്നതിന് അത് കാരണമായി തീരുമെന്നാണ്. അതുപോലെ തന്നെ അൽ ഫശ്ലു ഫിൽ അലാഖാത്തിൽ ഉസ്രിയ, കുടുംബ ബന്ധങ്ങളൊക്കെ കുഴപ്പത്തിലായി തീരാം അല്ലേ. നമുക്കറിയാം ഇന്ന് ബന്ധങ്ങൾക്കൊന്നും എന്തില്ല, വലിയ സ്ഥാനമില്ല അല്ലേ. കുടുംബ ബന്ധങ്ങളൊക്കെ എന്ത് ചെയ്യുക, അത് കുഴപ്പത്തിലായി തീരുക എന്നാണ്. അപ്പോൾ ഇതൊക്കെ മൊബൈൽ ഫോണിൻ്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങളാണ്. ഇൻഷാ അല്ലാഹ് പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, അതുകൊണ്ട് തന്നെ മൊബൈൽ ഫോണിൻ്റെ ഉപയോഗം പരമാവധി കുറക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ശ്രമിക്കണം കേട്ടോ. ഇനി നമുക്കിതിലെ നമ്മുടെ ഒന്നാമത്തെ പാഠത്തിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഇൽഖത്താത്തിൽ കഹ്ർബ എന്ന് പറയുന്ന ഒരു ഖിസ്സ ഖസീറയാണ് നമ്മുടെ ഒന്നാമത്തെ പാഠം എന്ന് അല്ല. നമ്മുടെ പാഠത്തിലേക്ക് കടക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അവിടെ എന്താണ് കാണാൻ പറ്റുന്നത്, ഒരു മത്ബഖ് അവിടെ കാണുന്നുണ്ട് അല്ലെ, ഒരു അടുക്കളയാണ് നമുക്ക് അവിടെ കാണാൻ പറ്റുന്നത്. അടുക്കളയിലെ പാത്രങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള വസ്തുക്കളുമൊക്കെ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാഠഭാഗം നോക്കൂ. ടീച്ചർ അത് വായിച്ചു തരാം. ഇന്ന സിയാഹിദ്ദീക്ക് വസഖ്സഖത്തിൽ അസാഫീരി തബ്ദഉ തിൽക്കൽ ഉമ്മു അയ്യാമഹ قامت بالفراشها وقالت لا حول ولا قوة إلا بالله تأخرت اليوم كثيرا بعدما أدت صلاة الفجر أسرعت إلى المطبخ ارتفعت منه قعقعة الأواني وصوت الخلاط شربت كوبا من الماء إنها تعرف جيدا أن أعمالها شاقة ولا تنتظر مجيء أحد إلى المطبخ كي يساعدها على العمل مع أن لها أم لأربعة ذكر وأنثى يدرسون في المدارس والكليات لا يؤدون واجبهم نحو أمهم ولا يساعدونها على إعداد الطعام أو ترتيب الأثاث يكبون دائما على الشاشات. ഇതാണ് പറയുന്നത് എന്ന് നോക്കൂ. ഇന്ന സിയാഹിദ്ദീക്ക്, കോഴി കൂവിയപ്പോൾ. ഇന്ന സിയാഹിദ്ദീക്ക്, സ്വാഹിദ്ദീക്ക് എന്ന് പറഞ്ഞാൽ കോഴി കൂവുക എന്നാണ് കേട്ടോ. സിയാഹ് എന്ന് പറഞ്ഞാൽ കൂവൽ എന്നാണ്. അപ്പോൾ കോഴിയാണ് കൂവിയ സമയത്ത്. സഖ്സഖത്തിൽ അസാഫിർ, സഖ്സഖത്തിൽ അസാഫിർ എന്ന് പറഞ്ഞാൽ കുരുവികൾ ചിലക്ക അല്ല, കുരുവികൾ ശബ്ദമുണ്ടാക്കുമല്ലോ, പക്ഷികളുടെ ഒരു ശബ്ദം ഉണ്ടാവില്ല രാവിലെയൊക്കെ ഉണ്ടാവുന്ന, അതാണ് സഖ്സഖത്തിൽ അസാഫിർ എന്ന് പറയുന്നത് കേട്ടോ. തബ്ദഉ തിൽക്കൽ ഉമ്മു, അപ്പോൾ കോഴി കൂവുന്ന സമയത്ത്, ആ പക്ഷികളൊക്കെ ചിലക്കുന്ന സമയത്ത് തബ്ദഉ തിൽക്കൽ ഉമ്മു, ആ ഒരു ഉമ്മ ആരംഭിക്കുന്നു. തബ്ദഉ എന്ന് പറഞ്ഞാൽ ആരംഭിക്കുന്നു എന്നാണ്. തിൽക്കൽ ഉമ്മു, ആ ഒരു ഉമ്മ, അയ്യാമഹ, അവരുടെ ദിവസങ്ങൾ. യൗമ എന്നതിൻ്റെ ജംആണ് അയ്യാം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അറിയുമായിരിക്കും. അപ്പം ഈ ഒരു സമയത്താണ് ആ ഉമ്മ അവരുടെ ദിവസങ്ങൾ ആരംഭിക്കുന്നത് എന്നാണ്. കാമത്ത് ബിൽ ഫിറാഷിഹ, അവൾ അവരുടെ ആ ഒരു വിരിപ്പിൽ നിന്നും എഴുന്നേറ്റു. കാമത്ത്, അവൾ എഴുന്നേറ്റു. ബിൽ ഫിറാഷിഹ, അവളുടെ വിരിപ്പിൽ നിന്നും. വഖാലത്ത്, എന്നിട്ട് അവൾ പറഞ്ഞു എന്നാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞു. എന്നിട്ട് പറയാണ് താഹർത്തു അൽയൗമ കസീറൻ, താഹർത്തു, ഞാൻ എന്താണ് ലൈറ്റായിട്ടുണ്ട് അല്ലെ, വൈകിയിട്ടുണ്ട്. അൽയൗമ, ഇന്ന്, കസീറൻ, കുറേ വൈകിപ്പോയിട്ടുണ്ട് എന്നാണ്. എഴുന്നേൽക്കൽ കുറേ വൈകിപ്പോയിട്ടുണ്ട് എന്ന് അവർ പറഞ്ഞു എന്നാണ്. അങ്ങനെ ബാദമ അദ്ദത്ത് സ്വലാത്തുൽ ഫജിരി, അദ്ദത്ത് സ്വലാത്തുൽ ഫജർ എന്ന് പറഞ്ഞ് സ്വലാത്തുൽ ഫജർ ഏതാണ്, സുബഹി നമസ്കാരം അല്ലെ. സുബഹി നമസ്കാരം നിർവഹിച്ചതിന് ശേഷം, അദ്ദ എന്ന് പറഞ്ഞാൽ നിർവഹിക്കുക എന്നാണ്. ബാദമ അദ്ദത്ത് സ്വലാത്തുൽ ഫജിരി, ആ ഒരു ഫജർ നമസ്കാരം നിർവഹിച്ചതിന് ശേഷം, അസ്റഅത്ത്, അവൾ വേഗത്തിൽ പോയി. ഇലൽ മത്ബഖി, കിച്ചണിലേക്ക്, അടുക്കളയിലേക്ക് അവർ വേഗത്തിൽ പോയി.
ഇർത്തഫഅതു മിൻഹു അവിടെ നിന്നും അഥവാ അടുക്കളയിൽ നിന്നും ഉയർന്നു. ഇർത്തഫ എന്ന് പറഞ്ഞാൽ ഉയർന്നു എന്നാണ്. കഅഖഅത്തുൽ അവാലി കഅഖഅത്ത് എന്ന് പറഞ്ഞാൽ ശബ്ദം എന്നാണ്. അവാലി എന്ന് പറഞ്ഞാൽ ആലിയത്ത് എന്നതിൻ്റെ ആണ് അവാലി എന്ന് പറയുന്നത്. പാത്രങ്ങൾ എന്നാണ് അർത്ഥം. പാത്രങ്ങളുടെ ശബ്ദം അടുക്കളയിൽ നിന്നും ഉയർന്നു. വസൗത്തുൽ ഖല്ലാത്ത് അതുപോലെ തന്നെ ഖല്ലാത്ത് എന്ന് പറഞ്ഞാൽ മിക്സി എന്നാണ് കേട്ടോ. മിക്സിയുടെ ശബ്ദവും അടുക്കളയിൽ നിന്നും ഉയർന്നു. അപ്പോൾ ഉമ്മ അടുക്കളയിലേക്ക് ചെന്നു. പാത്രങ്ങളുടെയും അതുപോലെ തന്നെ മിക്സിയുടെയും ഒക്കെ ശബ്ദം അടുക്കളയിൽ നിന്നും ഉയർന്നു എന്നാണ്. ഷെരിബത്ത് കൂബമ്മിനൽ ബാഇ അങ്ങനെ ആ ഉമ്മ ഷെരിബത്ത് അവർ കുടിച്ചു. കൂബമ്മിനൽ ബാഇ ഒരു കപ്പ് വെള്ളം അവർ കുടിച്ചു. കൂബ് എന്ന് പറഞ്ഞാൽ കപ്പ് എന്നാണ് അർത്ഥം. ഇന്നഹ തഅരിഫു കാരണം അവൾക്കറിയാമായിരുന്നു. ഇന്നഹ തഅരിഫു അവൾക്കറിയാമായിരുന്നു, അവൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു. ജയ്യിദൽ നന്നായിട്ട് തന്നെ അന്ന അമാലഹ തീർച്ചയായും അവളുടെ പ്രവർത്തനങ്ങൾ. അമലി എന്നതിൻ്റെ ആണ് അമാൽ എന്ന് പറയുന്നത്. അവളുടെ പ്രവർത്തനങ്ങൾ ഇനി ചെയ്യുവാനുള്ള ജോലികളൊക്കെ തന്നെ ഷാക്കത്തുൽ പ്രയാസമുള്ളതാണ് എന്ന് അവർക്കറിയാമായിരുന്നു. അതുകൊണ്ടാണ് അവർ എന്ത് ചെയ്തത്, ഒരു കപ്പ് വെള്ളം എടുത്ത് കുടിച്ചത് എന്നാണ്. വലാത്തലത്തെ നിറും അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല. വലാത്തലത്തെ നിറും അവർ പ്രതീക്ഷിക്കുന്നില്ല. മജി അഹദിൽ ഒരാളും വരുന്നത്. മജി എന്ന് പറഞ്ഞാൽ വരവ് എന്നാണ്. ഒരാളുടെ വരവിനെയും അവർ പ്രതീക്ഷിക്കുന്നില്ല. ഇലൽ മത്ബഹി അടുക്കളയിലേക്ക് കൈ യുസാഇദഹ അവളെ സഹായിക്കുവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ വീട്ടിലുള്ള ആരും തന്നെ അടുക്കളയിലേക്ക് അവരെ സഹായിക്കാൻ വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നില്ല എന്നാണ്. അതുകൊണ്ട് തന്നെ കൈ യുസാഇദഹ അലൽ അമലി ജോലിയിൽ അവരെ സഹായിക്കുവാൻ വേണ്ടിയിട്ട്. അല്ലഹ അതോടൊപ്പം തന്നെ അവരാരാണ്, ഉമ്മുല്ലി അർബായി അലി അർബാത്തിൽ 4 മക്കളുടെ ഉമ്മയാണ് എന്നാണ് കേട്ടോ. ദക്കറവ ഉൽസ ആണും പെണ്ണുമൊക്കെ ആയിട്ടുള്ള 4 മക്കളുടെ ഉമ്മയാണ് അവർ. എന്നിട്ട് പോലും അവരെ സഹായിക്കാൻ ആരും തന്നെ അടുക്കളയിലേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ്. യദ്റസൂന അവർ പഠിച്ചുകൊണ്ടിരിക്കുന്നത് അഥവാ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഫിൽ മദാരിസി സ്കൂളുകളിലും വൽ കുല്ലിയാത്തി കോളേജുകളിലുമാകുന്നു. മദ്രസത്ത് എന്നതിന് ആണ് മദാരിസ് എന്ന് പറയുന്നത്. കുല്ലിയത്ത് എന്നതിന് ആണ് കുല്ലിയാത്ത് എന്ന് പറയുന്നത് കേട്ടോ. കോളേജുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ അവരുടെ 4 മക്കൾ എന്താണ് സ്കൂളുകളിലും കോളേജിലും ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത്രയും വലിയ മക്കളായിട്ട് പോലും അവരൊന്നും എന്ത് ചെയ്യുന്നില്ല, അവരെ സഹായിക്കാൻ അടുക്കളയിലേക്ക് വരുമെന്ന് അവർ പ്രതീക്ഷിക്കുന്നില്ല എന്നാണ് കേട്ടോ. ലാ യുഅദ്ദൂന കാരണം എന്താണ്, ലാ യുവദ്ദൂന അവർ നിർവഹിക്കുന്നില്ല. വാജിബഹും അവരുടെ കടമകൾ, ആ മക്കൾ അവരുടെ കടമകൾ നിർവഹിക്കുന്നില്ല. നെഹ്വ ഉമ്മിഹിം അവരുടെ ഉമ്മയോട് അവൾ ചെയ്യേണ്ട കടമകളൊന്നും അവർ നിർവഹിക്കുന്നില്ല എന്നാണ്. വലാ യുസാഇദൂനഹ അതോടൊപ്പം തന്നെ വലാ യുസാഇദൂന അവർ സഹായിക്കുകയും ചെയ്യുന്നില്ല. ആ ഉമ്മയെ അവർ സഹായിക്കുകയും ചെയ്യുന്നില്ല. അല യഅദാദി ത്വആബി എന്ന് പറഞ്ഞാൽ ഭക്ഷണം റെഡിയാക്കുവാൻ എന്നാണ്. ഭക്ഷണം തയ്യാറാക്കുവാൻ ആ ഉമ്മയെ അവർ സഹായിക്കുകയും ചെയ്യുന്നില്ല. ഔ തെർത്തീബിൽ അസാസ് അല്ലെങ്കിൽ തെർത്തീബ് എന്ന് പറഞ്ഞാൽ ക്രമീകരിക്കുക, ഓർഡറാക്കുക എന്നാണ്. അറേഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്നാണ് കേട്ടോ. അസാസ് എന്ന് പറഞ്ഞാൽ ഫർണിച്ചറുകൾ എന്നാണ് അർത്ഥം. അപ്പോൾ വീട്ടിലെ ഫർണിച്ചറുകളൊക്കെ അറേഞ്ച് ചെയ്യുവാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഭക്ഷണം പാചകം ചെയ്യുവാൻ വേണ്ടിയിട്ടൊന്നും അവരവരുടെ ഉമ്മയെ സഹായിക്കുകയോ ആ ഉമ്മയോട് അവർ നിർവഹിക്കേണ്ട ബാധ്യതകൾ അവർ നിർവഹിക്കുകയോ ചെയ്യുന്നില്ല എന്നാണ്. യുക്കിബൂന ദാഇമൻ അലശാഷാത്തി യുക്കിബൂന അക്കബ്ബ എന്ന് പറഞ്ഞാൽ മുഴുക എന്നാണ്. അക്കബ്ബ അല എന്നാണ് ഉപയോഗിക്കുക, മുഴുകിയിരിക്കുക എന്നാണ് കേട്ടോ. വഹും യുക്കിബൂന അവരെന്താണ്, മുഴുകിയിരിക്കുന്നവരാണ്. ദാഇമൻ എപ്പോഴും അവരെപ്പോഴും മുഴുകിയിരിക്കുന്നവരാണ്. അലശാഷാത്തി സ്ക്രീനുകളിൽ മുഴുകിയിരിക്കുന്നവരാണ് എന്നാണ്. ഇപ്പോൾ ഫോണുകളുടെ സ്ക്രീനുകളിലായിട്ടോ അല്ലെങ്കിൽ മറ്റ് കമ്പ്യൂട്ടറുകളുടെയോ അല്ലെങ്കിൽ ടി വിയുടെയൊക്കെ സ്ക്രീനിലായിട്ട് അവരെന്താണ് ഫുൾ ടൈം മുഴുകിയിരിക്കുകയാണ്. ഈ ഉമ്മയെ സഹായിക്കാൻ വേണ്ടിയിട്ട് ആരും തന്നെ അടുക്കളയിലേക്കോ അല്ലെങ്കിൽ ബാക്കിയുള്ള ജോലികൾ സഹായിക്കാൻ വേണ്ടിയിട്ടൊന്നോ വരുന്നില്ല എന്നാണ് പറയുന്നത്. അത്രയും ഭാഗം മനസ്സിലായല്ലോ. ഇനി നമുക്ക് ബാക്കി ഭാഗം നോക്കാം. كان في البيت جد هو يلاحظ سلوكيات أعضاء الأسرة وكانت نفسه تقلق وقلبه يضطرب.
എന്താണ് പറയുന്നത്? കാനഫിൽ ബൈത്തി ജദ്ദുൻ, ആ വീട്ടിലൊരു ഗ്രാൻഡ് ഫാദർ ഉണ്ടായിരുന്നു, ഒരു വല്യപ്പയുണ്ടായിരുന്നു എന്നാണ്. ഹുവായുലാഹിദു, അദ്ദേഹം നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു, അദ്ദേഹം വീക്ഷിക്കുന്നുണ്ടായിരുന്നു. സുലൂക്കിയാത്ത്, സുലൂക്കിയാത്ത് എന്ന് പറഞ്ഞാൽ സ്വഭാവങ്ങൾ എന്നാണ് കേട്ടോ. അലാ ഇൽ ഉസ്ര, ആ വീട്ടിലെ അംഗങ്ങളുടെ, അലാ ഇൽ ഉസ്ര എന്ന് പറഞ്ഞാൽ ഫാമിലി മെമ്പേഴ്സ് എന്നാണ്. അപ്പോൾ ഫാമിലി മെമ്പേഴ്സുകളായിട്ടുള്ള മറ്റാളുകളിൽ അവിടുത്തെ മറ്റ് അംഗങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചൊക്കെ അവർ ആരാണ്, ഈ ഒരു ഗ്രാൻഡ് ഫാദർ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ കാനത്തിൽ അഫ്സുഹു, അദ്ദേഹത്തിൻ്റെ മനസ്സായിരുന്നു തഖല്ലഖു, അതിങ്ങനെ അസ്വസ്ഥപ്പെടുന്നുണ്ടായിരുന്നു എന്നാണ്. ഖലഖ എന്ന് പറഞ്ഞാൽ അസ്വസ്ഥപ്പെടുക എന്നാണ്. വഖൽബുഹു, അദ്ദേഹത്തിൻ്റെ ഹൃദയമാവട്ടെ യൽതരിബു, അതിങ്ങനെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഇവരുടെ സ്വഭാവം കണ്ടുകിട്ട് ആ ഒരു ഗ്രാൻഡ് ഫാദറിൻ്റെ മനസ്സും അദ്ദേഹത്തിൻ്റെ ഹൃദയവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ടായിരുന്നു, ആ പ്രയാസത്തിലും അതുപോലെ തന്നെ ബുദ്ധിമുട്ടിലുമൊക്കെ ആവുന്നുണ്ടായിരുന്നു എന്നാണ്. ഈ ഒരു ഭാഗം കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ആക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട്, അല്ലെ ഒരു അനിശ്ചിത കൊടുത്തിട്ടുണ്ട്. നോക്കൂ, ഇത് നമുക്ക് തയ്യാറാക്കാം, ബയാനൽ, ഒരു വിവരണം തയ്യാറാക്കാം എന്നാണ്. അൽ മുആമലാത്തിൽ അബ്നാഇ, ആ ഒരു മക്കളുടെ പ്രവർത്തനത്തെക്കുറിച്ച്, അവരുടെ ആ ഒരു പ്രവർത്തനത്തെക്കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കുവാനാണ്. അപ്പോൾ അവിടെ കൊടുത്തിട്ടുള്ള ഒരു ചിത്രം നോക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു ബയാൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരു സെൻറ്റൻസ് അവിടെ കൊടുത്തിട്ടുണ്ട്, തസ്തമിഉൽ ബിൽതു ഇലൽ മ്യൂസിഖ വലാ തുബാലി ബിൽ ആഖിരീൻ. എന്താണ് തസ്തമിഉൽ ബിൽതു ഇലാ മ്യൂസിഖ, അല്ല ആ പെൺകുട്ടി എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. വലാ തുബാലി ബിൽ ആഖിരീൻ, മറ്റുള്ള ആളുകളെയൊന്നും അവൾ ഗൗനിക്കുന്നില്ല, മറ്റുള്ള ആളുകളെയൊന്നും അവൾ പരിഗണിക്കുന്നില്ല എന്നാണ്. അപ്പോൾ അതാണ് അവിടെ കൊടുത്തിട്ടുള്ള സെൻറ്റൻസ്. അതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ ആ ഒരു ചിത്രം നോക്കിയിട്ട് ബയാൻ എഴുതുകയാണ് വേണ്ടത്. ഈ ചിത്രം നോക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അൽ അബു വഹുവ യുശാഹിദു തിൽഫാസ്, ഉപ്പ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അദ്ദേഹം TV കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വൽ ബിൽതു വഹിയ തസ്മഉ അൽ മ്യൂസിഖി, അവളെ പാട്ട് അല്ലെ മ്യൂസിക് കേട്ടുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ അൽ വലദു വഹുവ യൽഅബു ഫിൽ ജവാൽ ലഅബതൻ, അല്ലെ ആ ഒരു കുട്ടി എന്ത് ചെയ്യാണ്, ഫോണിൽ ഗെയിം കളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ വബിൽത്തുൽ ഉഖ്റ വഹിയ തുഷാഹിദു ഫീദിയോ ഫി ടാബ്, അല്ലേ എന്താണ്, മറ്റൊരു പെൺകുട്ടി ടാബിൽ എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. വകുല്ലഹും മുകിബൂന അലശാശ, അവരെല്ലാവരും തന്നെ സ്ക്രീനിൽ മുഴുകിയിരിക്കുകയാണ് എന്ന് പറയാം. വകുല്ലഹും, അവരെല്ലാവരും തന്നെ മുകിബൂന അലശാശ, സ്ക്രീനിൽ മുഴുകിയിരിക്കുകയാണ്. അപ്പോൾ ഈ രൂപത്തിൽ അവിടെ എഴുതി കൊടുക്കുകയാണ് വേണ്ടത്. ഇനി നോക്കൂ താഴെ, നുമാരിസുൽ ഖത്തോ, അല്ലെ എഴുത്ത് പരിശീലിക്കുവാനാണ്. ഹുക്കുമുൽ നൂനി സാക്കിന വ തൻവീൻ മിൻ അഹ്കാമി തജ്വീദ്, ആ ഒരു സെൻറ്റൻസിലെയാണ് നിങ്ങൾ അതുപോലെ എഴുതി പരിശീലിക്കേണ്ടത് കേട്ടോ. അതായത് നൂന് സാക്കിലയുടെയും അതുപോലെ തന്നെ തൻവീൻ്റെയും ഒക്കെ നിയമങ്ങൾ തജ്വീദിൻ്റെ നിയമത്തിൽ പെട്ടതാണ്. അതാണ് അതിൻ്റെ അർത്ഥം. നോക്കണ്ട, നിങ്ങളത് ആ ഒരു എഴുത്ത് അതുപോലെ എഴുതി പരിശീലിക്കുകയാണ് വേണ്ടത്. ഇൻഷാ അല്ലാഹ് ടീച്ചറിൽ നിന്ന് ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് താഴെ കമൻ്റായിട്ട് അറിയിച്ചേക്കണേ. അതോടൊപ്പം തന്നെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.